ഇംഗ്ലീഷ് ജയിലുകളിൽ ഒരു ശിക്ഷാരീതിയാണ് ട്രെഡ്മിൽ ആദ്യം കണ്ടുപിടിച്ചത്. 1818-ൽ ഇംഗ്ലീഷ് എഞ്ചിനീയറായ വില്യം ക്യൂബിറ്റ്, തടവുകാർക്ക് കഠിനാധ്വാനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ ട്രെഡ്മിൽ തയ്യാറാക്കി. ഈ ട്രെഡ്മില്ലുകൾ പ്രധാനമായും പടികളുള്ള വലിയ തുഴച്ചിൽ ചക്രങ്ങളായിരുന്നു. തടവുകാർ മണിക്കൂറുകളോളം അതിൽ കയറുകയും ധാന്യം പൊടിക്കുകയും വെള്ളം പമ്പ് ചെയ്യുകയും അല്ലെങ്കിൽ നിർബന്ധിത ജോലി നൽകുകയും ചെയ്യും. കൂടുതൽ വിശദമായ തകർച്ചയിതാ. ഫിറ്റ്നസ് അല്ല ശിക്ഷ. തടവുകാർക്ക് ക്രൂരവും അസാധാരണവുമായ ഒരു ശിക്ഷാരീതി നൽകുക എന്നതായിരുന്നു ട്രെഡ്മില്ലിന്റെ പ്രാരംഭ ലക്ഷ്യം. വ്യായാമത്തിനോ ശാരീരികക്ഷമക്കോ വേണ്ടിയുള്ള ഒരു ഉപകരണമല്ല. ക്യൂബിറ്റിന്റെ കണ്ടുപിടുത്തം. വില്യം ക്യൂബിറ്റ് തടവുകാരുടെ അലസതയെ അഭിസംബോധന ചെയ്യുന്നതിനും ജയിലിന്റെ ആവശ്യങ്ങൾക്കോ വിശാലമായ സമ്പദ്വ്യവസ്ഥക്കോ സംഭാവന നൽകുന്നതിനുമായി ട്രെഡ്മിൽ തയ്യാറാക്കി. ഇത് എങ്ങനെ പ്രവർത്തിച്ചു? തടവുകാർ ഒരു വലിയ കറങ്ങുന്ന ചക്രത്തിന്റെ സ്പോക്കുകളിൽ ചവിട്ടി, അനന്തമായ ഗോവണിയിൽ ഫലപ്രദമായി കയറും. ആശയത്തിന്റെ വ്യാപനം. ഈ ആശയം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ അമേരിക്കയിലേക്കും അതിവേഗം വ്യാപിച്ചു. ശാരീരികക്ഷമതയിലേക്കുള്ള പരിണാമം. കാലക്രമേണ, ഫിറ്റ്നസിനായി ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കുന്ന ആശയം ഉയർന്നുവന്നു, പ്രത്യേകിച്ച് 1970-കളിലെ ജോഗിങ്ങിന്റെ ജനപ്രീതിയോടെ. ഇന്ന് നമുക്കറിയാവുന്ന ആധുനിക ഫിറ്റ്നസ് ട്രെഡ്മില്ലുകളിലേക്ക് നയിച്ചു. ആധുനിക ട്രെഡ്മില്ലുകൾ. ഇന്നത്തെ ട്രെഡ്മില്ലുകൾ അവയുടെ മുൻഗാമികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വിവിധ ഫിറ്റ്നസ് ലെവലുകൾക്കായി ക്രമീകരിക്കാവുന്ന വേഗത, ചാരിവുകൾ, വർക്കൗട്ട് പ്രോഗ്രാമുകൾ എന്നിവ ഫീച്ചറുകൾ ചെയ്യുന്നു. ട്രെഡ്മില്ലിന്റെ ഇരുണ്ടതും വളച്ചൊടിച്ചതുമായ ഭൂതകാലത്തെക്കുറിച്ച് കൂടുതലറിയാൻ